ഹലോ, ജുബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ചമ്മലും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഫസ്റ്റ് തുടങ്ങുമ്പോഴൊരു തെറ്റ് പറ്റുമല്ലോ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങച്ചാറാണ്. കുറച്ച് മാങ്ങ കിട്ടി, നമ്മൾ മുറ്റത്തത്തെ മാങ്ങൻ്റെ കൊമ്പ് പൊട്ടി വീണ്. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അച്ചാറിടാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കണേ. എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാനും എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ മാങ്ങ ഇടുന്നത്, അച്ചാറിടുന്നത്. ആദ്യം കുറച്ച് നല്ലെണ്ണ, ഒരു 200 നല്ലെണ്ണ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ഒരു 10-40 മാങ്ങ ഉണ്ടാവും. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടോ, അതിലേക്ക് കുറച്ച് കടുക്, ഞാൻ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ 2 ടീസ്പൂൺ വീതം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു 150 ഇഞ്ചി ഉണ്ടാവും, 100-150. ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ മോന് ഇഷ്ടമല്ല ഒരുപാട് ഇഞ്ചിയൊന്നും അച്ചാറിൽ കേട്ടോ. അപ്പോൾ ഒരു 150 ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം മൂത്ത് വന്നിട്ട്, കുറച്ചങ്ങോട്ടൊന്ന് മൂത്ത് വന്നിട്ട് കുറച്ച് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 300 വെളുത്തുള്ളി. ശരിക്കും ഒരു 40 മാങ്ങയ്ക്ക് വെളുത്തുള്ളി 300 പോരാ, ഒരു 500 വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ, നല്ലോണം വഴറ്റി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഉലുവയും കടുകും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇതാവണ്ട, ബ്രൗൺ കളർ ആവണ്ട, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം. എന്തൊക്കെയാണ് എന്നിട്ട് നിങ്ങളെ വിശേഷങ്ങൾ? ഞാൻ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എല്ലാവരും ഷെയറും ചെയ്യണേ. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇടണം, കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ളത്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ, ഇത്ര കറിവേപ്പില വേണ്ടെന്നൊക്കെ. ചിലർക്ക് കറിവേപ്പില ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു 5-8 ഇല്ലി കേട്ടോ, ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ലോണം മൂപ്പിക്കണം, അത്യാവശ്യം കേട്ടോ, അത്യാവശ്യം മൂപ്പിച്ച് അതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് മുളകും പൊടി അല്ല, ഒരു 4-5 സ്പൂൺ മുളകും പൊടി ഉണ്ട് കേട്ടോ. കുറച്ച് എരിവ് വേണ്ടേ, കുറച്ച് മാങ്ങ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു 5-6 സ്പൂൺ ഉണ്ടാവും. ഒരു കാശ്മീരി ചില്ലിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് വേണ്ടി വരും, ഇത്രയും മാങ്ങയല്ലേ, ഒരുപാട് മാങ്ങയുണ്ട്, 10-40 മാങ്ങയല്ലേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1.25 ടീസ്പൂൺ കായപ്പൊടി കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. കായപ്പൊടിയും ഉപ്പും മുളകും പൊടിയും എല്ലാം കൂടെ മിക്സ് ആവട്ടെ. നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് വിനാഗിരി കേട്ടോ, ഒരു ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് കേട്ടോ. ഒരുപാട് വിനാഗിരി ഞാൻ ഉപയോഗിക്കണില്ല കേട്ടോ, ഒരുപാട് വിനാഗിരി ഉപയോഗിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടൂല. മാങ്ങ നല്ല പുളി ഉണ്ടായതുകൊണ്ടേ ഒരുപാട് വിനാഗിരി വേണ്ട. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ ആ പാത്രത്തിൽ കൊണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ മാറ്റി വെച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പിട്ടെടുത്തു. നല്ലോണം മിക്സ് ചെയ്തിട്ട് അധികം വേവിക്കരുത്, ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്യണം. അധികം വേവിച്ചാൽ അത് കുഴഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. എൻ്റെ ഒരു ഇതില്ല കേട്ടോ ഞാൻ പറയുന്നത്, ചിലവർക്കത് നല്ലോണം വെന്ത് കുഴയണമായിരിക്കും ഇഷ്ടം.
പിന്നെ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് കുഴയും, അത് ഇതായി പോവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം മിക്സ് ചെയ്തിട്ട് തണുത്തിട്ട് നമുക്കൊരു ബോട്ടിൽ ആക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചിലർ മാങ്ങാ പൗഡർ, അച്ചാർ പൗഡർ ഉപയോഗിക്കും കേട്ടോ. ഞാനിതിൽ മുളകും പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി,